കേരളത്തിൽ പത്തനംതിട്ട അദവി ടൂറിസം ഉണ്ട്. അവിടുത്തെ മെയിൻ ഒരു ടൂറിസം അട്രാക്ഷനാണ് ഈ കൊട്ടവഞ്ചി. പിന്നെ അതിനുശേഷം ഇങ്ങനെ കേട്ടുള്ള ഒരു വലിയ സ്പോട്ടാണ് കർണാടകയിലെ ഹോഗനിക്കൽ വാട്ടർഫാൾസ്. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ വെള്ളത്തിനിടയിൽ പോകും. അതൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ ഫുള്ള് ചുറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പിന്നെ ഇപ്പം 3:45 അപ്പോൾ 1 മണിക്കൂർ, അതായത് 4:45 വരെ ഫുള്ള് ചുറ്റിക്കെന്ന് പറഞ്ഞത്. അതായത് കർണാടക ബോർഡർ ഉണ്ട്, അവിടം വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളിതിൽ കൊട്ടവഞ്ചിക്ക് അതിൽ പോയി. ഇയാളുടെ വില പേശി ലാസ്റ്റ് ഇയാൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അണ്ണാ ബാ ഒക്കാറോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വെച്ചതാണ്. അതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഒരു നയാഗ്ര ഫീലുള്ള, നയാഗ്ര പോയിട്ടില്ല കേട്ടോ, പക്ഷെ എന്നാലും താഴെ 1500 രൂപ. 1500 രൂപയ്ക്ക് എന്തൊക്കെ തയ്യായിരുന്നു. 1500 രൂപയ്ക്ക് മന്തി കഴിക്കായിരുന്നു. എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. മഴ വരാൻ കഴിയുക പക്ഷെ പോകണ്ടേ. കലർന്നല്ലോ നട്ടനിരയിലെ നിനക്ക് എന്തെന്ന് പറയുന്നു. ഞാൻ നടന്നു വെള്ളം തെറിക്കാത്തോണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിക്കി വെച്ചിട്ടുണ്ടാവും. വെള്ളം കിട്ടുന്ന വേറെ കാര്യമില്ല. നിങ്ങളെ പോലൊന്നല്ല എനിക്ക്. ഞാൻ ഈ കണ്ണാട് കഷ്ടപ്പെട്ട് തുടങ്ങി 1500 രൂപ കൊടുത്തിട്ട് 5 മിനിറ്റ് വേണ്ട. 1000 കൊടുത്തോണ്ട് കയറും, കണ്ണട തുറക്കും, പിന്നെ വീണ്ടും ബ്ലറാവും കണ്ണട. വീണ്ടും തുടച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്നൊക്കെ അറിയാൻ തോന്നുന്നുണ്ടോടാ എനിക്ക്. കുട്ടിപോട്ടി കരയാൻ കർണാടക ബോർഡർ 1500 കൊടുക്കുമ്പോ 1500 രൂപ കൊടുക്കണം വേണം. എനിക്ക് കറങ്ങണം. തിരിഞ്ഞോട്ട് ഇന്ന് തിരിയാണല്ലോ. എന്റെ ജീവിതം പോലെ തന്നെ. എംഫിൽ ഇല്ലേലും ജീവിക്കാം. ഉണ്ടോ ശരിക്കും? ഞാനേ ടിക്കറ്റ് എടുത്തത് ഞാനിതിനെ ഇത് വേണ്ടേ മൊബൈൽ
മൊബൈൽ കിടന്ന് നോക്കാം. തല കറക്കുന്നുണ്ടോടാ? ഇല്ലടാ. ഇതെന്താ? സാജീന് വീണ്ടും ബ്ലറായി. ചെവിയും കട്ടൂടെ കണ്ണു കണ്ടൂടാ. ശിവനെ ഇത് യാതില്ല. അയ്യോ ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല.